പാലാ ജൂബിലിയാന്നേ. ആ പിന്നെ ലോകത്ത് എവിടെയുള്ള പാലക്കാർക്കും പാലാ ജൂബിലി ഓർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റീലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടിട്ട് വേണമല്ലോ ഇനി ജൂബിലി ഓടാൻ വരാൻ. അതുകൊണ്ടൊന്നുമല്ല, ഇന്നലെ പോയായിരുന്നു, അതുകൊണ്ട് ചുമ്മാ ഒരു റീലെടുത്തിട്ടതാ. പാലായിൽ ഒരു കടലില്ല, അതിൻ്റെ കുറവ് ഈ ജനസാഗരം വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. മുട്ടുസൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ ആൾക്കാരായിരിക്കും പാലാ കുരിശുപള്ളിക്കാവല മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന റോഡിൽ കൂടെ മൊത്തം. കടലയായി, കപ്പലിൻ്റെ പരിപ്പായി, ബലൂണായി, തലയിൽ വെക്കുന്ന തിളങ്ങുന്ന ഹെർമാനായി, ഐസ്ക്രീമായി, ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ജൂബിലി കൂടിയിട്ടുണ്ടോ? ഈ കാണുന്നവരെ ഒത്തിരി പേരൊന്നും പാലാ ജൂബിലിയെ കുറിച്ച് കേട്ടിട്ടില്ലായിരിക്കും കേട്ടോ. കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പാലാ ജൂബിലി അതെന്തോ സംഭവം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അടുത്ത കൊല്ലമെങ്കിൽ അടുത്ത കൊല്ലം വാ, അല്ലെങ്കിൽ ഇന്ന് വരാൻ പറ്റുമെങ്കിൽ ഇന്ന് പോരെ. ഇന്ന് രാത്രി കൊണ്ട് നമ്മുടെ ജൂബിലി 2 ദിവസത്തെ പരിപാടി അങ്ങ് തീരുവാണ്. പിന്നെ ഞാനേ കുരിശുപള്ളിക്കാവലെ നിന്നിട്ട് വായം പൊളിച്ചിങ്ങനെ ചുറ്റും വട്ടം കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഫാൻറ്റസി സിൽക്സിൻ്റെ ഒരു ആഡ് എടുത്തില്ലായിരുന്നോ? ചുമ്മാ ഫോട്ടോഷൂട്ട് നടത്തിയൊരു റീൽ ഇട്ടായിരുന്നു, കണ്ടോന്ന് അറിയത്തില്ല. ആ സാധനം ആണ്ടെ അവരവിടെ സ്ക്രീനിൽ കാണിച്ചു. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആണ്ട കുരിശുപള്ളിക്കാവല LED സ്ക്രീനിൽ നമ്മളെ കാണിക്കുന്നു. 2 സെക്കൻഡേ ഉള്ളൂ, എന്നാലും ഒന്ന് മിന്നായം പോലെ കണ്ടു. പിന്നെ അവിടെ 1/2 മണിക്കൂർ നിന്ന് വീണ്ടും ആട് വന്ന് കണ്ടിട്ട് അവിടെ പോന്നേ. പിന്നെ അതിലും സന്തോഷം നൽകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖർ ഞാനൊക്കെ ഒരേ സ്ക്രീൻ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ദുൽഖറിനെ ഇപ്പോൾ ഹാപ്പിയായി കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.